നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻമന്ത്രി കെ രാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകും. CPIയുടെ പ്രതിനിധിയായാണ് കെ രാജു ബോർഡ് അംഗമാകുന്നത്. പുനലൂരിൽ നിന്നുള്ള നേതാവായ കെ രാജു CPI സംസ്ഥാന കൗൺസിൽ അംഗമാണ്. കെ ജയകുമാറിനെ പ്രസിഡന്റായി CPIM തീരുമാനിച്ചപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കേണ്ടതുണ്ടെന്ന തീരുമാനത്തിലേക്ക് CPI എത്തുകയായിരുന്നു. തുടർന്നാണ് കെ രാജുവിനെ പരിഗണിച്ചത്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം പരാതിയിൽ കേസെടുക്കാൻ പോലീസ്. കേരള സർവകലാശാല സംസ്കൃത വിഭാഗം ഡീൻ ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കേസെടുക്കാനുള്ള സാധ്യത തേടി പോലീസ്. ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന വിപിൻ വിജയൻ ശ്രീകാര്യം പോലീസിൽ ഇന്നലെ മൊഴി നൽകിയിരുന്നു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനാകുമോ എന്ന് പോലീസ് നിയമോപദേശം തേടും. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടാണ് മന്ത്രി നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ച സംഭവം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികൾ RSS ഗണഗീതം ആലപിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. മന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവം ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തൽ. ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഇടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തൽ. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി മാത്യു തോമസിനെതിരെ കേസെടുത്തു. വൈദ്യപരിശോധനയിലാണ് ഇയാൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. ഇന്നലെ രാത്രി വാമനപുരത്ത് വെച്ചാണ് ധനമന്ത്രി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മന്ത്രിയുടെ വാഹനത്തിൽ ഇടിച്ച ടാറ്റ നെക്സോൺ EV കാർ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരു കാറിലിടിച്ച് എതിർഭാഗത്ത് വന്ന മന്ത്രിയുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മന്ത്രി അടക്കമുള്ളവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചു. ദുരൂഹതയാരോപിച്ച് കുടുംബം. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥി നന്ദന ഹരിയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കണ്ടെത്തിയത്. മാങ്കുളം മുനിപ്പാറ സ്വദേശിനിയാണ് നന്ദന ഹരി. ഇന്ന് രാവിലെയായിരുന്നു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിക്കുള്ളിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അതേസമയം മരണത്തിൽ ദുരൂഹതയെന്ന് മരിച്ച നന്ദനയുടെ കുടുംബം ആരോപിച്ചു. ഫീസ് അടയ്ക്കാൻ 35,000 രൂപ അയച്ചു നൽകിയിരുന്നു. മകൾ അവസാനം വിളിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണെന്നും കുടുംബം പറയുന്നു. വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ വള മോഷ്ടിച്ചു. സംഭവം കോട്ടയം കുറിച്ചിയിൽ. വള മുറിച്ചെടുക്കുവാനുള്ള ശ്രമത്തിനിടെ വയോധികയുടെ കൈ മുറിഞ്ഞു. പരിക്കേറ്റതിനെ തുടർന്ന് സാമിക്കവല സ്വദേശി അന്നമ്മയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്തായിരുന്നു മോഷ്ടാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. മോഷ്ടാവിനെ പിടികൂടാനായി ചിങ്ങവനം പോലീസ് അന്വേഷണം തുടങ്ങി. ശിവപ്രിയയുടെ മരണത്തിൽ കേസെടുത്ത് പോലീസ്. SIT ആശുപത്രിയിലെ അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തും. മരിച്ച ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദിന്റെ പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത്. SIT ആശുപത്രിയിലെ അധികൃതരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. കരിക്കം സ്വദേശിനിയായ 26-കാരിയുടെ മരണം SIT ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്നാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പ്രസവശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയ യുവതിക്ക് 3 ദിവസത്തിന് ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് SITയിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ഇന്ന് ഉച്ചയോടെ മരിക്കുകയായിരുന്നു. യാത്രക്കാർ വലയും. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളെ നാളെ മുതൽ പണിമുടക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. പണിമുടക്ക് ആരംഭിക്കുന്നതോടെ ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാർ വലയും. നവംബർ 10 വൈകിട്ട് 6 മുതൽ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് വാഹനങ്ങൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എജറി ജാസ്, ജനറൽ സെക്രട്ടറി മനീഷ് ശശിധരൻ എന്നിവർ അറിയിച്ചു. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല. വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കാനുള്ള നിർബന്ധിത നടപടിയാണിതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭോപ്പാലിലുണ്ടായ ബൈക്ക് അപകടത്തിൽ നേവി ഉദ്യോഗസ്ഥനായ ദേശീയ കയാക്കിംഗ് താരങ്ങൾ മരിച്ചു. ആലപ്പുഴ കൈനകരി സ്വദേശികളായ വിഷ്ണു രഘുനാഥ്, ആനന്ദകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പുന്നമട സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജലകായിക കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ പരിശീലനം നേടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നതെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. കൊല്ലം കോർപ്പറേഷൻ പിടിക്കാൻ യുവനിരയെ കളത്തിലിറക്കി കോൺഗ്രസ്. 21 വയസ്സുള്ള 2 വനിതകളടക്കം 9 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാവ് VS ശിവകുമാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നിയമവിദ്യാർത്ഥിനികളായ KS ആർച്ച, ജയലക്ഷ്മി എന്നിവരാണ് 21-കാരായ സ്ഥാനാർത്ഥികൾ. ഇരുവരും KSUവിന്റെ കോളേജ് യൂണിയൻ ഭാരവാഹികളാണ്.
ആർച്ച വള്ളിക്കീഴിലും ജയലക്ഷ്മി മുണ്ടക്കൽ ഡിവിഷനിലുമാണ് മത്സരിക്കുക. ഇതോടെ കോർപ്പറേഷനിൽ കോൺഗ്രസ് 22 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു.